നാട്ടടുക്കളയിൽ ഇന്ന് തയ്യാറാക്കുന്നത് പുളിയിഞ്ചിയാണ്. അതിനുവേണ്ടി 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 200 ഗ്രാം പുളി, കുറച്ച് വെളുത്തുള്ളി, 6 പച്ചമുളക്. ഇനി ഈ പുളി നല്ലോണം പിഴിഞ്ഞെടുക്കാം. പുളി നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, ഇത്ര വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ വെളുത്തുള്ളി വിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഈ പുളിവെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതേപോലെ നേർത്ത് വട്ടത്തിൽ മുറിച്ചെടുത്താൽ മതി, എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇഞ്ചി വറുത്തിട്ടായിട്ടുണ്ട്. ഇത് ആ എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇരുമ്പിന്റെ ചീൻചട്ടി ആയതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ നല്ല ഇളക്കി ഇതിന്റെ വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം. പുളിവെള്ളം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തുകൊണ്ട് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നാലും കുറച്ച് മധുരവും പുളിയും എരിവെല്ലാം ഇതിനുണ്ടാവുക. ഈ വെള്ളം നിൽക്കട്ടെ. 3 വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് തിളച്ചിട്ട് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ചുകൂടി കുറുകിയിട്ട് വരട്ടെ. ഇഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി, നല്ലോണം പൊടിയണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇഞ്ചി വറുക്കുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല, അപ്പോൾ കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി പൊടിച്ചത് ചേർക്കാം. ഇനി ഇത് കുറച്ചുകൂടി കുറുകി വന്നോട്ടെ. പുളിയിഞ്ചി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. ഇത്ര മതി. കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. മഞ്ഞൾപ്പൊടി വേണ്ട കൂട്ടർക്ക് മഞ്ഞൾപ്പൊടി ഇടാം, ഞാൻ ഇടുന്നില്ല ഇതിൽ. ഇനി തീ ഓഫാക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫാക്കി ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പുളിയിഞ്ചി റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.